ഒരു വീടിന്റെ പത്തായത്തിലാണ് ചിണ്ടനെലിയുടെ വാസം. ചിണ്ടനെലി മഹാവികൃതിയായിരുന്നു, മാത്രമല്ല ശല്യക്കാരനും. അവന് ചുറ്റുമുള്ള എല്ലാവരെയും അവൻ വല്ലാതെ ശല്യപ്പെടുത്തിയിരുന്നു. കൂട്ടുകാരും കൂട്ടത്തിൽ മുതിർന്നവരും ഒക്കെ അവനെ ഉപദേശിക്കാൻ നോക്കി. പക്ഷേ ഫലമുണ്ടായില്ല. അവന്റെ വികൃതി കൂടിയതേയുള്ളൂ. ഇപ്പോൾ ഇതാ ഈ അടുത്ത കാലത്തായി അവന് മറ്റൊരു സ്വഭാവം കൂടി കിട്ടിയിട്ടുണ്ട്. എന്തെന്നല്ലേ? മോഷണം. മറ്റുള്ളവർ അധ്വാനിച്ച് ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണം ആരും അറിയാതെ ചിണ്ടൻ അകത്താക്കും. വീടിനരികിലെ മരത്തിൽ പാർത്തിരുന്ന് കിണ്ടൻ അണ്ണാൻ ചിണ്ടന്റെ ശല്യം കാരണം പൊറുതിമുട്ടി. അണ്ണാൻ കഷ്ടപ്പെട്ട് ശേഖരിക്കുന്ന പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ അവന്റെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കിട്ടില്ല. അവർ മിക്കവാറും പട്ടിണി കിടക്കേണ്ടി വന്നു. ഷോ, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ചിണ്ടനാണ് ഇതെല്ലാം കട്ടെടുക്കുന്നത്. പക്ഷെ ചോദിച്ചാൽ അവൻ സമ്മതിക്കില്ല. എന്നാലും അങ്ങനെ വിട്ടാ പറ്റില്ല. കള്ളനെ ഒരു പാഠം പഠിപ്പിക്കണം. കിണ്ടനണ്ണൻ തീരുമാനിച്ചു. ഒരു ദിവസം ഒന്നും അറിയാത്തതുപോലെ കിണ്ടൻ ചിണ്ടന്റെ മുന്നിലെത്തി. കുശലാന്വേഷണം നടത്തി വിശേഷങ്ങൾ ചോദിച്ചിരിക്കുന്നതിനിടയിൽ കിണ്ടൻ ചിണ്ടനോട് പറഞ്ഞു, ഹോ, എന്ത് പറയാനാ എന്റെ ചങ്ങാതി. കാര്യം ഞാൻ ധാരാളം സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിച്ചതൊന്നും സാധിക്കാതെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? ചിണ്ടനെലി ഉടനെ ചോദിച്ചു, നിന്റെ ഏതാഗ്രഹമാണ് ഇതുവരെ സാധിക്കാത്തത്? അത് ഈ വീട്ടിലെ മനുഷ്യർ അവരുടെ അടുക്കളയുടെ സമീപത്തായി ഒരു പെട്ടിയിൽ വെളുവെളുത്ത തേങ്ങാപ്പൂള് സൂക്ഷിച്ചിട്ടുണ്ട്. അത് സ്വന്തമാക്കണമെന്ന് വല്ലാത്ത മോഹം. പക്ഷേ ആ പെട്ടിക്കുള്ളിൽ കയറിപ്പറ്റുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. അയ്യടാ, തേങ്ങാപ്പൂളോ? എന്നാലത് കൈക്കലാക്കണം. ചിണ്ടൻ തീരുമാനിച്ചു. ആരും അറിയാതെ സാധനങ്ങൾ കട്ടെടുക്കാൻ എന്നെപ്പോലെ വിരുദ്ധൻ വേറെ ആരുണ്ട്? അന്ന് വൈകാൻ അവൻ വീടിന്റെ അടുക്കളക്കരികിലെത്തി. കിണ്ടൻ പറഞ്ഞത് നേരാ. അതായിരിക്കുന്നു ആ പെട്ടി. ഹായ്, നല്ല രസമുണ്ട്. നല്ല അഴികളിട്ട തുറന്ന വാതിലുള്ള പെട്ടി. ഇതിനകത്ത് കയറി തേങ്ങാപ്പൂൾ എടുക്കാൻ ഒരു പ്രയാസവുമില്ല. ഇപ്പൊ നോക്കിക്കോ. ചിണ്ടൻ അകത്ത് കയറി. ഇതെല്ലാം കണ്ടുകൊണ്ട് കിണ്ടൻ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ചിണ്ടനോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നെങ്കിലും അത്രയും കടുത്തൊരു ശിക്ഷ വേണ്ടെന്ന് പെട്ടെന്ന് അവന് തോന്നി. വേഗം തന്നെ കിണ്ടൻ വിളിച്ചു പറഞ്ഞു, വിട്ടി, അതൊരു എലിക്കെണിയാണ്, വേഗം രക്ഷപ്പെട്ടോ. ചിണ്ടൻ തേങ്ങാപ്പൂളിൽ കൈവച്ച ഉടനെയാണ് കിണ്ടന്റെ ശബ്ദം കേട്ടത്. അവൻ മിന്നൽ വേഗത്തിൽ പെട്ടിക്ക് പുറത്തു വന്നു. പക്ഷേ വാല് മുഴുവൻ പുറത്താകുന്നതിന് മുൻപ് പെട്ടി അടഞ്ഞു. ചിണ്ടന്റെ വാല് മുറിഞ്ഞു. വേദനയോടെ അവൻ ഓർത്തു, ഇത് എന്നിലെ തിന്മയ്ക്ക് ദൈവം നൽകിയ ശിക്ഷയാണ്.